ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Tingles. ഇന്നൊരു പുതിയ ഐറ്റമാണ് കാണിക്കുന്നത്. ചിക്കൻ ദം പൊറോട്ട. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മുട്ട പുഴുങ്ങിയതും പിന്നെ പൊറോട്ടയും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ചിക്കൻ ദം പൊറോട്ട. ചിക്കൻ കറിയും ഫ്രൈയും പൊറോട്ടയും കൂടെ ലെയർ ചെയ്തിട്ട് ദം ചെയ്തെടുക്കും. അതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണവുമാണ്. പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പുതിയൊരു ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ചിക്കൻ ദം പൊറോട്ട നമ്മളൊരു മൺചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ചിക്കൻ കറി ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറിയും ഒരു 2-3 പീസും കൂടെ ഞാൻ ഇടുന്നുണ്ട്. നല്ല നാടൻ രീതിയിൽ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ പൊറോട്ട വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 പൊറോട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് 2-3 വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വീണ്ടും ചിക്കൻ കറി തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ടയിൽ എല്ലാ സൈഡിലും കിട്ടുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കണം. ഞാനിതിലേക്ക് വീറ്റ് പൊറോട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊറോട്ടയാണ്. വീറ്റ് പൊറോട്ടയുടെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കാം. ഞാൻ മുട്ട ഇവിടെ 2 പീസാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിക്കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു സെറ്റ് പൊറോട്ടയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചിക്കൻ കറിയാണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ ഇനി സെക്കൻഡ് ലെയറിൽ നമ്മൾ ചിക്കൻ്റെ ഒരു ഫ്രൈ ആണ് വെക്കുന്നത്. ഞാനിവിടെ ചിക്കൻ ചുക്ക കുറച്ച് കൂടുതൽ നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് ഇതിൽ വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൈയുമാണ്, അതേസമയം കുറച്ചൊരു ഗ്രേവിയും കൂടെ ഉണ്ട്. നല്ല ടേസ്റ്റായിട്ട് തോന്നി അങ്ങനെ ചെയ്തപ്പോൾ. ചിക്കൻ ചുക്കയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. സെക്കൻഡ് ലെയറിൽ ചിക്കൻ ചുക്ക തന്നെ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ചിക്കൻ ഫ്രൈ ഐറ്റം വെച്ചാൽ മതിയാവും. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി സവാള ഫ്രൈ ചെയ്തത് അതുകൂടെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ. എന്നിട്ട് അടുത്ത ലെയർ ഓഫ് പൊറോട്ട വയ്ക്കാം. ഇതിൻ്റെ പുറത്ത് വീണ്ടും ചിക്കൻ കറി തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ലെയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂ നട്ട്സും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു വലിയ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നല്ല ടൈറ്റാക്കി വെച്ചിട്ട് ഒന്ന് കെട്ടി വയ്ക്കാം. ഞാനിവിടെ വാഴ നാര് ഉപയോഗിച്ച് തന്നെയാണ് കെട്ടുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ചരട് ഉപയോഗിച്ച് കെട്ടിയാലും മതി. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തുറക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് കെട്ടൊക്കെ ഒന്ന് മാറ്റി വാഴയില ഒന്ന് തുറന്ന് നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ ദം പൊറോട്ട നോക്കാം. കണ്ടോ, നല്ല സൂപ്പർ ലുക്കാണ് നമ്മുടെ ചിക്കൻ ദം പൊറോട്ട.
പിന്നെ ടേസ്റ്റാണെങ്കിൽ എങ്ങനെ പറയാനാണ്, ഇതൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇനി ഇത് എങ്ങനെ സെർവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 2 രീതി ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഇത് ഫുള്ളായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഒന്ന് കമിഴ്ത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കാം. അപ്പോൾ എല്ലാ ലെയേഴ്സും ഒരുപോലെ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ കൈകൊണ്ട് ഒന്ന് എടുക്കാൻ നോക്കിയാൽ ലെയേഴ്സൊന്നും അത്ര കറക്റ്റായിട്ട് എല്ലാ പോർഷനിലും വരില്ല. ഇതിപ്പോൾ നമുക്ക് ഒരു 6 പോർഷനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കത്തി അങ്ങ് ഫുള്ളങ്ങ് പോകുന്നില്ലായിരുന്നു, കാര്യം ചിക്കൻ്റെ ബോൺസൊക്കെ ഉള്ളത് കൊണ്ട്. എന്തായാലും അതിൻ്റെ ഒരു പോർഷൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതിനകത്ത് നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട്. അതിനി എങ്ങനെ കിട്ടുമെന്ന് എടുക്കുമ്പോൾ അറിയാം. കണ്ടോ, 2 ലെയറും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഹാഫ് മുട്ട അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 6 പേർക്ക് നീറ്റായിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഹെവി ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ. മുട്ടയും 2 ടൈപ്പ് ചിക്കനും പിന്നെ നമ്മുടെ വീറ്റ് പൊറാട്ടയും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു പോർഷനും കൂടെ എടുത്ത് കാണിച്ചു തരാം. അതിലും നമ്മുടെ മുട്ട അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, കട്ടായിട്ടില്ല, എഡ്ജിലിരിപ്പുണ്ട്. ഓക്കെ, കണ്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.